ഹലോ കൂട്ടുകാരെ, സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിൽ ഷാഡോ സെൽഫിൻ്റെ ഹീലിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ ജേർണിയിലുള്ള എല്ലാവർക്കും അറിയാം. നമ്മളുടെ ഹീലിംഗ് വർക്ക്സിൽ അല്ലെങ്കിൽ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് വരുമ്പോൾ പിന്നെയും പിന്നെയും റിപ്പീറ്റഡ് പാറ്റേൺസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ബ്ലോക്സ് വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഷാഡോ സെൽഫ് പിന്നെയും പിന്നെയും, അതായത് അൺഹീൽഡ് ആയിട്ടുള്ള ആ ഒരു ഷാഡോ സെൽഫ് പിന്നെയും പിന്നെയും സർഫേസിൽ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഷാഡോ സെൽഫ് ഹീൽ ചെയ്യുക എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഷാഡോ സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഷാഡോ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത നമ്മൾ, അതായത് നമ്മൾ ഇഷ്ടപ്പെടാത്ത നമ്മളെന്ന് പറയാം. ഇത് നമ്മൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വേർഷൻ ഓഫ് നമ്മൾ, അതായത് ഈ ഒരു വേർഷനിൽ നിന്നും നമ്മളെപ്പോഴും ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു ഇമോഷൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്ട്, ആ ഒരു ഇമോഷൻസിനെ നമ്മൾ ഫീൽ ചെയ്യാണ്ട് അതിൽ നിന്ന് എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു പാർട്ട് എപ്പോഴും നമ്മളിൽ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഷാഡോ സെൽഫിനെ ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഓരോ ഇമോഷൻസിനെയും ഫീൽ ചെയ്യുക, റിലീസ് ചെയ്യുക. ആ ഒരു വേർഷൻ എൻ്റെ ഒരു ലൈഫിൻ്റെ പാർട്ടായിരുന്നു, അതായിരുന്നു പാസ്റ്റ് ആയിരുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഇന്നർ വർക്ക് എന്താണെന്ന് ചോദിക്കുന്ന സ്പിരിച്വൽ ജേർണിയിൽ, അതെല്ലാം ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്ന ഒരു അവേക്കനിങ്ങിൽ ഇനിഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്നവർ തൊട്ട് ഈ ഒരു ജേർണിയിൽ ഏകദേശം ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് വരെയും ഈ ഒരു കാര്യങ്ങൾ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അതായത് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഡിവൈൻലി ഡൗൺലോഡഡ് ആയിട്ടുള്ള ഒരു സീരീസാണ്. ഷാഡോ സെൽഫിനെ കുറിച്ച് ഓരോ കാര്യങ്ങളായിട്ട്, അതായത് നമുക്കതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈഗോ ഉണ്ടെങ്കിൽ നമ്മളിൽ അതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ കോഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഏകദേശം നമ്മുടെ സിറ്റുവേഷൻസിലൂടെയൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ മേ ബി ഹീലിംഗ് പ്രോസസ്സ് സിമിലർ ആയിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഷാഡോ സെൽഫിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആൻഡ് നമ്മളൊക്കെയും ഇതൊരു എനർജറ്റിക്കൽ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഷാഡോ സെൽഫ് വരുന്നത് നമ്മളുടെ ഇമോഷണൽ ക്ലെൻസിങ്ങിൻ്റെ കാറ്റഗറിയിലാണ്, അല്ലെങ്കിൽ ഇമോഷണൽ ട്രോമാസിൻ്റെ കാറ്റഗറിയിലാണ്. അപ്പോൾ ഹീലിംഗ് വർക്ക്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയാസം വരുന്നത് നമ്മളുടെ ഇമോഷണൽ ട്രോമാസിനെ അല്ലെങ്കിൽ ഇമോഷണൽ എനർജീസിനെ ഹീൽ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഷാഡോ സെൽഫിനെ നമ്മളൊന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അതിൻ്റെ ഹീലിംഗ് നമ്മൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അതൊരു ലോങ് പ്രോസസ്സാണ്, ഒരു ലോങ് ജേർണിയാണ്. അപ്പോൾ ആ ഒരു യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. അപ്പോൾ ആ ഒരു ക്ഷമയോടെ നമ്മളുടെ ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ കിട്ടുന്ന എക്സ്പീരിയൻസുകളിലൂടെ ആ ഒരു ഇമോഷൻസിനെ ഫീലായി എങ്ങനെ ഹീൽ ചെയ്യാമെന്നുള്ളതാണ് ഷാഡോ വർക്കിൻ്റെ സീരീസ് എന്ന് ഉദ്ദേശിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസമായിട്ട് ഓരോ ഇമോഷനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും അതിനെ എങ്ങനെ റിലീസ് ചെയ്യാമെന്നും ത്രൂ ഔട്ട് ദ എക്സ്പീരിയൻസുകളിലൂടെ ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.